കോൺഗ്രസിൻ്റെയും RSSൻ്റെയും ബാന്ധവം പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു കേരള യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ കേരളത്തിൽ ആദ്യമായി ഒരു സമരത്തെ RSS പിന്തുണയ്ക്കുന്നത് വിമോചന സമരത്തെയാണ്. വിമോചന സമരാനന്തരം നടന്ന തെരഞ്ഞെടുപ്പിലാണ്, അഥവാ രണ്ടാം കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് ആദ്യമായി കേരളത്തിൽ ജനസംഘം മത്സരിക്കുന്നത്. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. 4 മണ്ഡലങ്ങളിലാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. ദീൻദയാൽ ഉപാധ്യായ നേരിട്ട് വന്നാണ് പ്രഖ്യാപനം നടത്തിയത്. പ്രചരണം ഒരു ഘട്ടം പിന്നിട്ടപ്പോഴാണ് കോൺഗ്രസുമായി ചർച്ച ചെയ്ത് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളിൽ, പ്രചരണം നടക്കുന്ന സ്ഥാനാർത്ഥികളിൽ ഒരാളെ പിൻവലിച്ച് പട്ടാമ്പിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി A. രാഘവൻ നായരെ പിന്തുണയ്ക്കാൻ തീരുമാനിക്കുന്നു. 1960 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പട്ടാമ്പിയിൽ കോൺഗ്രസിനും ജനസംഘത്തിനും സംയുക്ത സ്ഥാനാർത്ഥിയാണ്. RSSും കോൺഗ്രസും കൈകോർത്ത് പിടിച്ചു. ഇതൊരു രഹസ്യധാരണയല്ല, പരസ്യമായ സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ്. RSSും കോൺഗ്രസും കൈകോർത്ത് പിടിച്ച് തോൽപ്പിക്കാൻ ശ്രമിച്ച കമ്മ്യൂണിസ്റ്റ് സ്ഥാനാർത്ഥിയുടെ പേര് EMS നമ്പൂതിരിപ്പാടെന്നാണ്. EMSനെ തോൽപ്പിക്കാൻ 60-ൽ കേരളത്തിലുണ്ടാക്കിയ ഡീലാണ് ഇന്നും തുടരുന്നത്. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഡീലാണ്. ആ ഡീലാണ് CJP എന്ന പേര് കോൺഗ്രസ് ജനതാ പാർട്ടിക്കാണ് ചരിത്ര യാഥാർത്ഥ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ചേരുക എന്ന് തെളിയിക്കുന്നത്. ഇത് ഒറ്റപ്പെട്ടൊരു സംഭവമല്ല. ഒരു ദശാബ്ദം കഴിഞ്ഞപ്പോൾ 1971-ൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും പാലക്കാട് AKGയെ തോൽപ്പിക്കാൻ ഇതേ ഡീലുണ്ടായി. അത്തവണ സ്ഥാനാർത്ഥിയായി വന്നത് RSSന്റെ ജില്ലാ കാര്യവാഹകാണ് പ്രൊഫസർ TC ഗോവിന്ദൻ. കോൺഗ്രസിന്റെ കൂടി സ്ഥാനാർത്ഥിയായി, സംയുക്ത സ്ഥാനാർത്ഥി. ഈ 2 പരീക്ഷണങ്ങളെയും ജനം തള്ളിക്കളഞ്ഞു എന്നത് വേറൊരു കാര്യം. പിന്നെ 2 പതിറ്റാണ്ട് കഴിഞ്ഞപ്പോഴാണ് വീണ്ടും പരസ്യ ബാന്ധവം ഉണ്ടായത്. വടകരയും ബേപ്പൂരും നമ്മളെല്ലാവരും സമീപകാല സംഭവം എന്ന നിലയിൽ പറയുന്നൊരു കാര്യമാണ്. അപ്പോൾ വടകരയും ബേപ്പൂരും കോലീബി സഖ്യം എന്നൊക്കെ പറയുന്നത് പെട്ടെന്ന് പൊട്ടി വീണതല്ല. 60-ൽ ആരംഭിച്ച പരസ്യ ബാന്ധവം തുടർന്നു വരുന്നതാണ്. അതിനുശേഷം പല തെരഞ്ഞെടുപ്പുകളിലും രഹസ്യമായും ചിലയിടത്ത് പരസ്യമായുമെല്ലാം ഈ കൂട്ടുകെട്ട് മുൻപോട്ട് വന്നു. ഇത് തെരഞ്ഞെടുപ്പിൽ മാത്രമുള്ള ഒരു കൂട്ടുകെട്ടല്ല, എല്ലായ്പ്പോഴും ഈ കൂട്ടുകെട്ട് പ്രബലമായി. ഇടതുപക്ഷത്തിനെതിരെ, വിശേഷിച്ച് CPIMനെതിരെ ഏത് രംഗത്തും ഈ കൂട്ടുകെട്ട് ദൃഢമായി നിന്നു. ഇപ്പോൾ പ്രവീൺ തൊഗാഡിയ പാലക്കാട് കോഴിക്കോട്ട് വന്ന് വർഗീയ വിഷം വമിക്കുന്ന പ്രസംഗം നടത്തിയപ്പോൾ സ്വാഭാവികമായി പോലീസ് ഒരു കേസെടുത്തു. ആ കേസ് പിൻവലിക്കണമെന്ന RSSന്റെ ആജ്ഞയ്ക്ക് മുൻപിൽ വിനീത വിധേയരായി ആ കേസ് പിൻവലിച്ചു കൊടുത്തത് നമ്മൾ കണ്ടതാണ്. തിരുവനന്തപുരം MG കോളേജിൽ വെച്ചാണ് ഒരു പോലീസ് ഓഫീസറെ ബോംബെറിഞ്ഞു കൊല്ലാൻ RSS ക്രിമിനൽ സംഘം ശ്രമിച്ചത്. സ്വാഭാവികമായിട്ടും വധശ്രമത്തിന് കേസെടുത്തു. ആ പോലീസ് ഓഫീസറുടെ കാല് തന്നെ അന്ന് ബോംബാക്രമണത്തിൽ ചിതറുകയുണ്ടായി. RSSന്റെ അന്ത്യശാസനം വന്നു, ഇപ്പോൾ പിൻവലിക്കണം കേസ്. ഒരു മടിയും കൂടാതെ കേസ് പിൻവലിച്ചു കൊടുത്തു. കേരള ചരിത്രത്തിൽ തന്നെ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ബോംബെറിഞ്ഞ് കൊല്ലാൻ ശ്രമിച്ച കേസ് സംഘടനയുടെ താല്പര്യപ്രകാരം പിൻവലിച്ചു കൊടുക്കുന്നത്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുന്ന ഗവൺമെന്റാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത്. ഇതിനിടയിലാണ് ഏതാനും മാസങ്ങൾക്ക് മുൻപ് KPCCയുടെ പ്രസിഡന്റായിരുന്ന കോൺഗ്രസിന്റെ നേതാവ്, കണ്ണൂരിലെ പാർലമെന്റ് അംഗം, RSSന്റെ ശാഖയ്ക്ക് കാവൽ നിന്നവരാണ് തങ്ങൾ എന്ന് പരസ്യമായി പ്രസംഗിച്ചത്. ഇപ്പൊ ഡീലെന്നൊക്കെ പറഞ്ഞിട്ട് പുകമറ സൃഷ്ടിക്കുന്നവർ ഈ പർവ്വത സമാനമായ യാഥാർത്ഥ്യങ്ങളെ കാണാതിരിക്കരുത്. RSSന്റെ ശാഖയ്ക്ക് കാവൽ നിന്നവരാണ് തങ്ങൾ എന്നാണ് കോൺഗ്രസിന്റെ നേതാവിന്റെ പ്രസംഗം. ഇതിൻ്റെ എല്ലാം തുടർച്ചയിലാണ് നമ്മൾ കാണേണ്ടത് ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് ഗോൾവൾക്കറുടെ ചിത്രത്തിൻ്റെ മുന്നിൽ മുട്ടുമടക്കി നട്ടല് വളച്ച് ശിരസ് കുരിച്ച് നിന്ന് നിലവിളക്ക് കൊളുത്തി ഗോൾവൾക്കറിൻ്റെ അവദാനങ്ങൾ വാഴ്ത്തിപ്പാടി എന്നതാണ്. ജന്മശതാബ്ദി ആഘോഷം ഉദ്ഘാടനം ചെയ്യാൻ RSS എന്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചത്? അങ്ങനെ ഒരു ക്ഷണം വന്നാൽ എന്തുകൊണ്ടാണ് ആ ക്ഷണം അദ്ദേഹം സ്വീകരിച്ചത്? 2006 തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ടു മുൻപ് തെരഞ്ഞെടുപ്പ് അന്തരീക്ഷത്തിൽ RSSുമായി ഡീലുണ്ടാക്കി, ആ ഡീലിൻ്റെ കൂടി ഭാഗമായി ജന്മശതാബ്ദി ആഘോഷം, ഗോൾവൾക്കറുടെ ജന്മശതാബ്ദി ആഘോഷം ഉദ്ഘാടനം ചെയ്തത് സംബന്ധിച്ച് വിമർശനമുയരുമ്പോൾ, ചോദ്യം ചോദിക്കുമ്പോൾ ഇതുവരെ അദ്ദേഹം മറുപടി പറഞ്ഞിട്ടുണ്ടോ? എന്തെങ്കിലും
സാമാന്യ ബുദ്ധിയെ വെല്ലുവിളിക്കുന്ന മറുപടിയല്ലേ പറഞ്ഞിട്ടുള്ളത്? ഒരു പുസ്തക പ്രകാശനത്തിന്റെ കാര്യമല്ലേ അദ്ദേഹം പറയുന്നത്? അദ്ദേഹത്തോട് ആരാണ് പുസ്തക പ്രകാശനത്തെക്കുറിച്ച് ചോദിച്ചത്? അതിനെക്കുറിച്ച് ആരാണ് വിമർശനം ഉന്നയിച്ചത്? അതിലും നടത്തിയ പ്രസംഗത്തെ സംബന്ധിച്ച് വിമർശനം ഉണ്ടാവാം, അതവിടെ നിൽക്കട്ടെ. വിമർശനം ഉയർന്നു വന്നത് 2006 RSSന്റെ രണ്ടാമത്തെ സർസംഘചാലക ഗോൾവാൾക്കർ, അദ്ദേഹം എങ്ങനെയാണ് ഇന്ത്യ ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെട്ടത്? വിചാരധാര എഴുതിയ RSSന്റെ ആചാര്യനാണ്. ആ വിചാരധാരയിലാണ് ആഭ്യന്തര ഭീഷണി എന്ന ഭാഗത്ത് 19 മുതൽ 21 വരെ അധ്യായങ്ങൾ ഇന്ത്യയുടെ ഏറ്റവും വലിയ ആഭ്യന്തര ഭീഷണി മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകാരുമാണ് എന്ന് വിചാരധാര എന്ന RSSന്റെ അടിസ്ഥാന ഗ്രന്ഥത്തിൽ എഴുതി വെച്ച RSSന്റെ സർസംഘചാലകാണ് ഗോൾവാൾക്കർ. 19ാമത്തെ അധ്യായത്തിന്റെ തലക്കെട്ട് മുസ്ലിങ്ങൾ എന്നാണ്. ഒരു അധ്യായം മുഴുവൻ അതാണ്, ഇന്ത്യയുടെ ഭീഷണി. 20ാമത്തെ അധ്യായത്തിന്റെ തലക്കെട്ട് ക്രിസ്ത്യാനികൾ എന്നാണ്. ഒരു അധ്യായം മുഴുവൻ അതാണ്. 21ാമത്തെ അധ്യായം കമ്മ്യൂണിസ്റ്റുകാർ. ഈ 3 കൂട്ടരും ഇന്ത്യയുടെ ഭീഷണിയാണ്, ഇവരെല്ലാം തുടച്ചു നീക്കണമെന്ന് ആഹ്വാനം ചെയ്യുന്ന ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വർഗീയവാദികളിൽ ഒരാളായ RSSന്റെ രണ്ടാമത്തെ സർസംഘചാലകിന്റെ ജന്മശതാബ്ദി ഉദ്ഘാടനം ചെയ്യാൻ എന്തുകൊണ്ട് ഇന്നത്തെ പ്രതിപക്ഷ നേതാവിനെ അന്ന് RSS ക്ഷണിച്ചു? അതാണ് ചോദ്യം. അതിന് മറുപടി പറയണ്ടേ? 60-ൽ EMSനെതിരായി RSS ഡീലുണ്ടാക്കിയതിനെ ഇപ്പം മറുപടി പറയണമെന്നൊന്നും നമ്മൾ പറയുന്നില്ല. കാരണം അതൊന്നും മറുപടിയില്ല. അതെല്ലാം ചരിത്ര യാഥാർത്ഥ്യങ്ങളാണ്. സത്യമായി ചരിത്രത്തിൽ ഇങ്ങനെ നിലനിൽക്കുകയാണ്. വർഗീയ വലതുപക്ഷ സഖ്യത്തിന്റെ സാക്ഷ്യപ്പെടുത്തലുകളാണ് അതെല്ലാം. 71-ൽ AKGയെ തോൽപ്പിക്കാൻ RSSും കോൺഗ്രസും കൈകോർത്തതിന് ഇപ്പം മറുപടി പറയണമെന്നൊന്നും നമ്മൾ പറയുന്നില്ല. അതിനൊന്നും മറുപടി പറയാൻ കഴിയില്ല ആർക്കും. വടകരയും ബേപ്പൂരും ഇപ്പൊ നമ്മൾ പറയുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് ഇങ്ങനെയെല്ലാം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വ്യാജ പ്രചരണം നടത്തുമ്പോൾ നിങ്ങൾ എന്തിന് RSSന്റെ സർസംഘചാലകായിരുന്ന ഗോൾവാൾക്കറിന്റെ ജന്മശതാബ്ദി ഉദ്ഘാടനം ചെയ്യാൻ RSSന്റെ ക്ഷണം സ്വീകരിച്ച് RSSന്റെ ഇഷ്ടക്കാരനായി അവിടെ പോയി എന്ന് ചോദിക്കും? അതിന് മറുപടി പറയാതിരുന്നിട്ട് കാര്യമില്ല. ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കും. കേരളം ചോദിക്കും. നിങ്ങൾ പിന്നെയും പിന്നെയും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന മറുപടി പറ. യഥാർത്ഥത്തിൽ മതനിരപേക്ഷ കേരളത്തോട് പ്രതിപക്ഷ നേതാവ് മാപ്പ് പറയേണ്ടതാണ്. ഇനി ഇങ്ങനെ RSS പരിപാടിയിൽ പങ്കെടുക്കുമോ എന്ന കാര്യം വ്യക്തമാക്കേണ്ടതാണ്. ആ ചോദ്യം എത്ര കാലം കഴിഞ്ഞാലും കേരളത്തിൽ അവശേഷിക്കുന്ന ചോദ്യമാണ്. അതിന് വ്യാജ ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നത് കൊണ്ട് കാര്യമില്ല. കുറെ കൂടി വിവേകത്തോടെ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം പെരുമാറേണ്ടതാണ്.